നമസ്കാരം. 100 ന്യൂസ് കേരളയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കലോത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. വലിയ തിരക്കാണ് ഇന്ന് സ്കൂളിൽ കാണുന്നത്. എല്ലാ വിഭാഗം മത്സരത്തിലും പങ്കെടുക്കാനുള്ള എല്ലാ കുട്ടികളും, എല്ലാ സ്കൂളിലെ കുട്ടികളും ഈ പരിസരത്ത് എത്തിക്കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമേ തന്നെ 3ാമത്തെ വേദിയിൽ സംഘഗാന മത്സരം ആരംഭിക്കുന്നു. 2ാമത്തെ വേദിയിൽ മോണോ ആക്ട് മത്സരം തുടങ്ങിയ പരിപാടികളാണ് ഇവിടെ ഈ സ്കൂളിൽ നടക്കാൻ പോകുന്നത്. കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ ഈ മത്സരം നമുക്ക് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ലൈവായിട്ട് തന്നെ നിങ്ങൾ കാണാം. എല്ലാവരും 100 ന്യൂസ് കേരള ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. സജി കടൂക്കാല അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ വെട്ടിക്കവല ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ എസ് രഞ്ജിത് കുമാർ, നമ്മുടെ കുളക്കട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് തുടർച്ചയായി 2ാമത്തെ പ്രാവശ്യമാണ് കലോത്സവം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ വേദിയിൽ തന്നെ കലോത്സവം ഭംഗിയായി നമ്മൾ പൂർത്തീകരിച്ചു. കുളക്കട സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും 2ാമത് ഒരിക്കൽ കൂടി ഈ കലോത്സവം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ അത് ഏറ്റെടുത്ത സംഘാടകരാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും സ്കൂളിനെ കുറിച്ച് അഭിമാനം നമുക്കുണ്ട്. 4 ദിവസം കുളക്കടയെ ഒരു ഉത്സവ രാവാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ കലോത്സവം തുടങ്ങി. ഇതിൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നടന്നെങ്കിലും ഔദ്യോഗികമായി ഇന്നു മുതലാണ് എല്ലാ പ്രോഗ്രാമുകളും ആരംഭിക്കുന്നത്. ഏകദേശം രാത്രി 63ാമത് കുളക്കട ഉപജില്ലാ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് ആദരണീയനായ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട MLA കൂടിയായിട്ടുള്ള ശ്രീ KN ബാലഗോപാൽ അവരുകളാണ്. അടിയന്തരമായും ഇന്ന് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന കിഫ്ബിയുടെ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്. എന്നാൽ ഈ സമ്മേളനത്തിൽ പങ്കുചേരുവാനും ഈ സമ്മേളനം കാണുവാനും ഈ സമ്മേളനത്തോടൊപ്പം തന്നെ പങ്കാളിയാവുവാനും ഉച്ചയ്ക്ക് ഏതാണ്ട് 2-2:30 ആകുമ്പോഴത്തേന് ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട MLA ബാലഗോപാൽ അവരുകൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യം അദ്ദേഹം PTA പ്രസിഡന്റിനോടക്കം പറഞ്ഞിട്ടുണ്ട്. മുഖ്യപ്രഭാഷണം നടത്തേണ്ടുന്ന ബഹുമാനപ്പെട്ട MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ 2 പേരുടെയും അസാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഏവരുടെയും അനുവാദത്തോടു കൂടി 63ാമത് കുളക്കട ഉപജില്ലാ കലോത്സവം
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കലോത്സവങ്ങൾ ഏതാണ്ട് സബ് ജില്ലാ കലോത്സവങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് കൊല്ലം ജില്ലയിൽ. ഇന്നലെ വെളിയം ഉപജില്ലാ കലോത്സവം നടന്നു. വെട്ടിക്കവലിൽ വെച്ച് കൊട്ടാരക്കര ഉപജില്ലാ കലോത്സവം നടന്നു. ആവണീശ്വരത്ത് വെച്ച് പുനലൂർ ഉപജില്ലാ കലോത്സവം നടന്നു. ഏതാണ്ട് 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കൊല്ലം ജില്ലയിലെ ഉപജില്ലാ കലോത്സവങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തും. ഈ മാസം 27-ാം തീയതി മുതൽ കൊല്ലം ജില്ലാ റവന്യൂ കലോത്സവം കൊട്ടാരക്കരയിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 27-ാം തീയതി മുതൽ കൊട്ടാരക്കരയാണ് റവന്യൂ കൊല്ലം ജില്ലാ കലോത്സവത്തിന് ആതിഥ്യം വഹിക്കുന്നത്. നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവ വേദിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. ആവാതിരിക്കട്ടെ, കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ പാരന്റ്സ് തമ്മിലുള്ള മത്സരമാവാതിരിക്കട്ടെ, കുട്ടികൾ തമ്മിലുള്ള മത്സരം പരിശീലനം കൊടുക്കുന്ന ആളുകൾ തമ്മിലുള്ള മത്സരമാവാതിരിക്കട്ടെ, കുട്ടികളുടെ കലാവിരുന്നിനും അതിൻ്റെ മൂല്യത്തിനും 1-ാം സ്ഥാനം നിശ്ചയിക്കാൻ കഴിയട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടിയിൽ ക്ഷണിച്ചതിൽ ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇവിടെ കലോത്സവം ആരംഭിക്കേണ്ട 1-ാമത്തെ വേദിയാണ്. അതിലെ നാടോടി നൃത്തമാണ് ആദ്യം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സ്റ്റേജിൽ 1. അപ്പോൾ അതിന് തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ഒരു ആശംസാ പ്രസംഗം ഇവിടെ ഉദ്ഘാടകരെല്ലാം സൂചിപ്പിച്ചതുകൊണ്ട് വളരെ ചുരുക്കി ഒരു ആശംസാ പ്രസംഗം നടത്തുകയാണ്. കഴിഞ്ഞ കലോത്സവത്തിൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന വേദിയിൽ അന്നത്തെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവിടെ നിന്ന് ആർക്ക് സമ്മാനം പ്രഖ്യാപിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. പൂവറ്റൂരും അതുപോലെ തന്നെ വെണ്ടാറും തമ്മിലായിരുന്നു അവസാന മത്സരം. അവസാനം സമ്മാനം പ്രഖ്യാപിച്ച് 2 കൂട്ടരും ഇവിടെ ഒരു പ്രസംഗമൊക്കെ നടത്തി അവസാനം സന്തോഷത്തോടെ പിരിയുകയാണ് ഉണ്ടായത്. ഇപ്രാവശ്യവും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഈ കലോത്സവം എന്നതുപോലെ കൂടുതലൊന്നും ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ മേക്കപ്പെട്ട് കുട്ടികൾ കാത്തിരിക്കുകയാണ് അവരുടെ കലാപ്രകടനം ഇവിടെ അവതരിപ്പിക്കാനായി. നമ്മുടെ മുന്നിലിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും എത്തിയിട്ടുള്ള സർഗപ്രതിഭകൾ. അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ചുമതല. അതിലൊത്തൊരുമിച്ച് നിന്ന് അവരുടെ വിജയത്തിന് വേണ്ടുന്ന എല്ലാ അവസരങ്ങളും ഒരുക്കിക്കൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മുടെ കുളക്കടയെ സംബന്ധിച്ചുള്ള ഉത്സവ ലഹരിയിലാക്കുന്നതാണ്. 4 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യവും നല്ല രീതിയിൽ തന്നെ കലോത്സവം നടക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷെ ലാസ്റ്റിലത്തെ വേദി, ഇവിടെ അജു മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റിലത്തെ വേദി നമുക്കൊരു നഷ്ടമായിട്ട് വന്നു. അത് മാത്രം അന്നൊരു വിഷമത്തോടെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസരം ഇപ്രാവശ്യം ഉണ്ടാവാതെ ഏറ്റവും നല്ല വിധികർത്താക്കൾ നല്ല രീതിയിൽ മൂല്യനിർണ്ണയം നടത്തി തന്നെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ഈ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ നടത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഇതിൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട്. പലർക്കും ഏറെ ഉത്സവ പ്രതീതി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലോത്സവം നല്ല ഭംഗിയായിട്ട് അവസാനിക്കട്ടെ. ഇതിനെല്ലാം പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തിലൂടെയാണ് ഇങ്ങനെ ഒരു പരിപാടി നല്ല രീതിയിൽ സമാപിക്കാൻ ഇടയുണ്ടാവട്ടെ. പങ്കെടുക്കുന്ന കുട്ടികൾക്കും വിജയിച്ചവർക്കും വിജയിക്കുന്നവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ മേള വിജയകരമാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, നിയമപാലകർ, അധ്യാപകർ, വിവിധ അധ്യാപക സംഘടനകളുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട PTA, നാട്ടുകാരെ സ്നേഹിതർ, 4 ദിനരാത്രങ്ങൾ 5000-ലധികം വരുന്ന കലാപ്രതിഭകൾ അവരുടെ സർഗവാസന മാറ്റിവെക്കുന്ന
ഈ വലിയ മഹാമേളയ്ക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. സന്തോഷത്തോടെ എന്നെ നോക്കി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ഇന്നും ഈ വേദിയിൽ ഭാഗമായി നിൽക്കുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച കാലമായി ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായി തന്നെയുണ്ട്. ഇന്നലെയും രാത്രി 11:30-ക്കാണ് ഇവിടെ നിന്നും ഫുഡ് കമ്മിറ്റി ഏരിയയിൽ നിന്നും നമ്മൾ പോയിട്ടുള്ളത്. വളരെ മനോഹരമായി തന്നെ ഈ കലോത്സവവും എല്ലാ വർഷത്തെയും പോലെ തന്നെ പര്യവസാനിക്കണം. കുട്ടികളെല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലും ഒക്കെയാണ്. ഞങ്ങളുടെ അധികമായ സംസാരങ്ങളൊന്നും നിലവിൽ ആവശ്യമില്ല എന്നറിയാം. എങ്കിലും പണ്ടൊരിക്കൽ LP ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ വേദിയിൽ തന്നെയാണ് സംസ്കൃത നാടകത്തിന്റെ വേഷമൊക്കെ അണിഞ്ഞു നിന്നത്. അതൊക്കെ ഒരു ഓർമ്മയായി തന്നെ കടന്നു വരുന്നുണ്ട്. വിശ്വമാനവികതയുടെ ഭൂമുഖത്ത് മലയാള നാട് സമർപ്പിക്കുന്ന സമാനതകളില്ലാത്ത കലാമേള, ഏറ്റവും വലിയ കൗമാര കലാമേളയായ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുളക്കട ഉപജില്ലാ കലോത്സവത്തിന് ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി ഈ വേദിയിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. സർഗാത്മകതയുടെയും സർഗശേഷിയുടെയും സമ്മേളനമായി, സംഗമവേദിയായി ഈ നാട് വരുന്ന 2-3 ദിവസങ്ങളിൽ മാറാൻ വേണ്ടി പോകുന്നു. സൂര്യതേജസ്സിൻ്റെ പ്രൗഢിയുള്ള 3-4 പകലുകളും നക്ഷത്രങ്ങൾ പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന 3 രാവുകളും കുളക്കട എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിന് ഉത്സവത്തിൻ്റെ പ്രതീതി സമ്മാനിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഈ നാടിൽ നിന്നും, ഇത്തരം വേദികളിൽ നിന്നും, മലയാള നാടിൻ്റെ അതിർത്തികൾ കടന്ന് വിശ്വത്തിൻ്റെ ഭൂമുഖത്തിലേക്ക് തന്നെ ഉയർന്നു വരാൻ കഴിയുന്ന പ്രതിഭകളെ സൃഷ്ടിക്കുന്ന, പ്രതിഭകളുടെ പിറവി ഉണ്ടാകുന്ന വേദികളായി നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ മാറാറുണ്ട്. അങ്ങനെ നാളെ ഈ നാട് അറിയപ്പെടുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന പ്രതിഭകൾ പിറവിയെടുക്കുന്നൊരു കലാമേളയായി നമ്മുടെ കലാമേള മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്.